നമസ്കാരം. സനാതന വിശ്വാസങ്ങൾ പ്രകാരം ഓരോ ദിവസവും ഓരോ ദൈവങ്ങൾക്കായി അർപ്പിക്കപ്പെട്ടവയാണ്. വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിയുടെ ദിവസമാണ് എന്നാണ് ജ്യോതിഷികളുടെ വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടെ മാത്രമേ ഒരാൾക്ക് സമ്പന്നൻ ആകുവാൻ സാധിക്കൂ. അതിനാൽ തന്നെ ജീവിതത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വളരെ അനിവാര്യവുമാണ്. വെള്ളിയാഴ്ച ജീവിതത്തിൽ വരുത്തുന്ന ചെറിയ ചില മാറ്റങ്ങൾ പോലും സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുവാൻ കാരണമാകും. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയാണ് എങ്കിൽ ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിൽ ശുക്രദേവന്റെ അനുഗ്രഹവും പ്രധാനം തന്നെയാകുന്നു. വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി ദേവിക്ക് ഇഷ്ടമുള്ള നിറങ്ങളിലെ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ലക്ഷ്മി ദേവിയുടെ സഹസ്രനാമം ഉരുവിടുന്നതും എല്ലാം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാൻ സഹായകരം തന്നെയാകുന്നു. നിലവിൽ ശുക്രദശ ഉള്ളവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ 2024 അവസാന വെള്ളിയാഴ്ചയാണ്. ഈ വർഷത്തെ സകല സൗഭാഗ്യങ്ങളും നിലനിൽക്കുവാനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ വരും വർഷം, അതായത് 2025 സമ്പൽ സമൃദ്ധി വന്നു ചേരുവാനും നാളെ ചില കാര്യങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഇനി പരാമർശിക്കാനായി പോകുന്നത്. താമര എന്ന പുഷ്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വീട്ടിൽ ഒരു താമരയെങ്കിലും നിങ്ങൾ സമർപ്പിക്കുന്നത്, വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ സമയം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അത് ലക്ഷ്മി പ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. സകല സൗഭാഗ്യങ്ങൾ നൽകിയതിനും നന്ദി. ഈ വർഷത്തെ സൗഭാഗ്യങ്ങൾ നിലനിൽക്കുവാനും വരും വർഷം പണം കയ്യിൽ നിലനിൽക്കുവാനും ദേവി അനുഗ്രഹിക്കണം എന്ന് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇനി താമര ലഭിക്കാത്തവരാണ് എങ്കിൽ വെള്ള ശംഖുപുഷ്പമാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി ഇതും ലഭിക്കാത്തവരാണ് എങ്കിൽ നീല ശംഖുപുഷ്പം അല്ലെങ്കിൽ ചുവന്ന പുഷ്പമുണ്ട് എങ്കിൽ ആ പുഷ്പമാണ് എങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ ദുഃഖ ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തികപരമായ പരാധീനതകൾ ജീവിതത്തിൽ നിന്നും അകലണം എന്നും 2025 ശോഭനമാകണം എന്നും ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ, സമ്പൽ സമൃദ്ധിയും ജീവിതത്തിൽ വന്നു ചേരണം എന്നും ലക്ഷ്മി ദേവിയോട് ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. ദേവിയുടെ അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറയുക തന്നെ ചെയ്യും. നാളത്തെ ദിവസത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ വീടുകളിലെ ജനലുകളും വാതിലുകളും ഇന്നേ ദിവസം തുറന്നിടുക എന്ന കാര്യം ചെയ്യണം. അതിരാവിലെ തന്നെ ഇപ്രകാരം ചെയ്യുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. രാവിലെ ഇപ്രകാരം ചെയ്തതിന് ശേഷം വിളക്ക് തെളിയിക്കുക. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലും ജനലും വാതിലുകളും തുറന്നിടുവാൻ ശ്രമിക്കണം. വിളക്ക് അണയ്ക്കുന്ന നേരത്ത് തീർച്ചയായും നിങ്ങൾക്ക് അടച്ചിടാവുന്നതുമാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്ന കാര്യത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വീടുകളിൽ മാറാമ്പുലയുണ്ട് എങ്കിൽ അടിച്ച് വൃത്തിയാക്കുക. കൂടാതെ ഇന്നേ ദിവസം വീടും പരിസരവും വൃത്തിയാക്കിയതിനു ശേഷം മഞ്ഞൾ ജലം തളിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. പ്രധാന വാതിലിൽ മഞ്ഞൾ ജലം തളിക്കുക. സ്വസ്തിക ചിഹ്നം ഇന്നേ ദിവസം പ്രധാന വാതിലിൽ വരയ്ക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ കാര്യത്തിനും പ്രാധാന്യം നിങ്ങൾ നൽകണം. കൂടാതെ ഇന്നേ ദിവസം പൂജാമുറിയിലെ ചിത്രങ്ങൾ പച്ചക്കർപ്പൂരം കൊണ്ടുള്ള ജലത്തിൽ തുടയ്ക്കുന്നതും ഏറ്റവും വിശേഷമാണ്. അതിനുശേഷം വിളക്ക് തെളിയിക്കുന്നതാണ് ശുഭകരം എന്ന കാര്യത്തിനും പ്രാധാന്യം നൽകുക. നാളെ പച്ച നിറത്തിലുള്ള വസ്തുക്കൾ വീടുകളിലേക്ക് കൊണ്ടുവരുന്നത് ലക്ഷ്മി പ്രീതി ഇരട്ടിക്കുന്നതിന് സഹായകരമായി തീരും. പ്രത്യേകിച്ചും പച്ച നിറത്തിലുള്ള മധുര പലഹാരങ്ങൾ
വീടുകളിൽ കൊണ്ടുവന്ന് ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. പച്ചക്കറി, പച്ച വസ്ത്രങ്ങൾ എന്നിവ വീടുകളിൽ കൊണ്ടുവരികയോ പച്ച വസ്ത്രം നാളെ അണിയുന്നതും ലക്ഷ്മി പ്രീതികരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ കീറിയ വസ്ത്രങ്ങൾ ഒരിക്കലും ധരിക്കരുത്. ശുഭവസ്ത്രങ്ങൾ മാത്രമേ ധരിക്കുവാൻ പാടൂ. കൂടാതെ വീടുകളിൽ അലക്കാത്തതായ തുണികൾ കൂട്ടിയിടാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. വെള്ളിയാഴ്ച ദിവസം വെള്ളി നാണയം കൊണ്ടുവരികയാണ് എങ്കിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നാണ് പറയുക. കടബാധ്യതകൾ തീരുവാൻ സഹായകരമായി തീരും. എത്ര വലിയ കടമാണ് എങ്കിലും ആ കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ വഴിയെ തെളിയുന്നതാകുന്നു. അതിനാൽ തീർച്ചയായും ഈ കാര്യത്തിനും പ്രാധാന്യം നൽകുക. വെള്ളി നാണയം കൊണ്ടുവരുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൊണ്ടുവരികയാണ് എങ്കിൽ ലക്ഷ്മി ദേവിക്ക് മുൻപിൽ സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെ സൂക്ഷിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും കന്നിമൂലയിൽ പണത്തോടൊപ്പം സൂക്ഷിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ നാളത്തെ ദിവസം ഒരിക്കലും കലഹങ്ങൾ പാടുള്ളതല്ല. സന്ധ്യാസമയത്തും കൂടാതെ അതിരാവിലെയും വിളക്ക് തെളിയിക്കണം. ആ വിളക്ക് നെയ്വിളക്കാണ് എങ്കിൽ, ഭദ്രദീപമാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ്. കൂടാതെ ആ വിളക്കിൽ ഒരു ഏലക്ക കൂടിയിട്ട് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നേ ദിവസം പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. അടുത്ത ദേവീക്ഷേത്രമില്ല എങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് എങ്കിലും നിങ്ങൾ ദർശനം നടത്തുക. ദേവിയുടെ അനുഗ്രഹം ഇന്നേ ദിവസം ഇരട്ടിയായി തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഇനി പരാമർശിക്കാനായി പോകുന്നത് ദേവിയുടെ ഏറ്റവും വിശേഷപ്പെട്ടതായ മന്ത്രത്തെക്കുറിച്ചാകുന്നു. ഈ മന്ത്രം ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങൾ ജപിക്കുക. 108 ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സാധിക്കാത്തവരാണ് എങ്കിൽ 21 തവണ ജപിക്കുക. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും വിളക്ക് തെളിയിച്ചതിന് ശേഷം മുൻപ് പരാമർശിച്ച വസ്തുക്കൾ സമർപ്പിച്ചതിന് ശേഷം ഈ മന്ത്രജപം കൂടി നടത്തുകയാണ് എങ്കിൽ സർവ്വ ഐശ്വര്യപ്രദമാണ്. ഒരിക്കലും തറയിലിരുന്നു കൊണ്ട് ഈ മന്ത്രജപം പാടുള്ളതല്ല. പായ വിരിച്ചോ അല്ലെങ്കിൽ തുണി വിരിച്ചോ ഇരുന്നതിന് ശേഷം ഈ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഹ്രീം ശ്രീം കമലയെ പ്രസീദ പ്രസീദ ശ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമഃ. ഓം ഹ്രീം ശ്രീം കമലയെ പ്രസീദ പ്രസീദ ശ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമഃ എന്നാണ്. ഓം ഹ്രീം ശ്രീം കമലയെ പ്രസീദ പ്രസീദ ശ്രീം ശ്രീം ഓം മഹാലക്ഷ്മി നമഃ എന്നാണ് മന്ത്രം. ഈ മന്ത്രം തീർച്ചയായും ദേവിയിൽ പൂർണ്ണ വിശ്വാസം നിങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജപിക്കുക. ദേവിയുടെ അനുഗ്രഹം നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഭവനങ്ങളിൽ തീർച്ചയായും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരും. നാളെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ കുടുംബത്തോടൊപ്പം ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. സാധിക്കാത്തവർ കുടുംബത്തിലെ ഒരംഗമെങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.